കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ദേശീയ തലത്തിലുള്ള സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ്. ഇത് 2025 മെയ് 7 ബുധനാഴ്ച രാജ്യത്തുടനീളമുള്ള 244 തെരഞ്ഞെടുത്ത സിവിൽ ഡിഫൻസ് ജില്ലകളിൽ നടത്തും. ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുക. ഇതിനായി സൈറണുകൾ മുഴക്കും. ഇന്ത്യൻ എയർഫോഴ്സുമായി IAF ഹോട്ട്ലൈൻ റേഡിയോ ആശയവിനിമയ ബന്ധങ്ങൾ പ്രവർത്തനക്ഷമമാക്കുക. കൺട്രോൾ റൂമുകളുടെയും ഷാഡോ കൺട്രോൾ റൂമുകളുടെയും പ്രവർത്തനം പരിശോധിക്കുക. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ശത്രുതാപരമായ ആക്രമണമുണ്ടായാൽ സ്വയം എങ്ങനെ രക്ഷിക്കാമെന്നതിനെക്കുറിച്ച് പരിശീലിപ്പിക്കുക. ഇതിൽ അടിസ്ഥാന സിവിൽ ഡിഫൻസ് ടെക്നിക്കുകളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഉൾപ്പെടുന്നു. തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ക്രാഷ് ബ്ലാക്കൌട്ട് നടപടികൾ നടപ്പിലാക്കുക. ഇത് രാത്രികാല വ്യോമാക്രമണങ്ങളിൽ കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് യുദ്ധകാല സാഹചര്യങ്ങൾ അനുകരിക്കാൻ ലക്ഷ്യമിടുന്നു. 1971 ഇന്ത്യ അവസാനമായി ഇത് വ്യാപകമായി ഉപയോഗിച്ചത്. വൈദ്യുതി നിലയങ്ങൾ, ടെലികോം ടവറുകൾ, സൈനിക മേഖലകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുള്ള സംവിധാനം പരീക്ഷിക്കുക. ആകാശ നിരീക്ഷണം അല്ലെങ്കിൽ ഉപഗ്രഹ നിരീക്ഷണം എന്നിവയിൽ നിന്ന് ഇവയെ മറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഒഴിപ്പിക്കൽ പദ്ധതികളുടെ തയ്യാറെടുപ്പും അവ നടപ്പിലാക്കുന്നതും വിലയിരുത്തുക. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. വാർഡൻ സേവനങ്ങൾ, അഗ്നിശമന സേന, രക്ഷാപ്രവർത്തനം, സംഭരണശാല നടത്തിപ്പ് എന്നിവയുൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് സേവനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. ബങ്കറുകളും കിടങ്ങുകളും വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കുക. നിലവിലുള്ള സിവിൽ ഡിഫൻസ് CD പ്ലാനുകൾ പുതുക്കുകയും പരിശീലനം നടത്തുകയും ചെയ്യുക. ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത് ഈ അടുത്തിടെ ഏപ്രിൽ 22 പഹൽഗാമിൽ 26 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ്. ഈ സംഭവം കാരണം സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ബൃഹത്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് വ്യായാമം കണക്കാക്കുന്നത്. മോക്ക് ഡ്രില്ലിന്റെ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ: വ്യോമാക്രമണ സൈറണുകൾ പൊതുജനങ്ങളെ അപകടത്തെക്കുറിച്ച് അറിയിക്കുന്നതിനായി ഇവ മുഴക്കും. ക്രാഷ് ബ്ലാക്കൌട്ടുകൾ യുദ്ധകാലത്തെ അനുകരിച്ച് നഗരങ്ങളിലെ ലൈറ്റുകൾ താൽക്കാലികമായി ഓഫ് ചെയ്യും. കാമുഫ്ലാജ് പരിശീലനങ്ങൾ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആകാശ നിരീക്ഷണത്തിൽ നിന്ന് മറയ്ക്കും. ഒഴിപ്പിക്കൽ പരിശീലനങ്ങൾ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന്റെ അനുകരണം. പൊതുജനങ്ങൾക്കുള്ള പരിശീലന ക്ലാസുകൾ ചിലയിടങ്ങളിൽ സ്കൂളുകളിലും ഓഫീസുകളിലും പ്രഥമ ശുശ്രൂഷ, അഭയം തേടേണ്ട രീതികൾ, അടിയന്തര സാഹചര്യങ്ങളിൽ ശാന്തമായി എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഡ്രിൽ ഉടൻ തന്നെയുള്ള ഒരു സൈനിക നടപടിയുടെ സൂചനയല്ലെന്നും സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന പരിശീലനമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1968 സിവിൽ ഡിഫൻസ് നിയമങ്ങൾ അനുസരിച്ചാണ് ഈ നിർദ്ദേശം. ഇത് മെയ് 2 ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.